പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാന്തി വചനശുശ്രൂഷയെ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയം നിങ്ങളെ കാത്തുകൊള്ളട്ടെ. ആമേൻ. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പ്രിയമുള്ള സഹോദരങ്ങളെ, വീണ്ടും കർത്താവിൻ്റെ ദിവസം നമുക്കത് ഒരുമിച്ച് കൂടാൻ കർത്താവ് തന്നെ അവസരമൊരുക്കി കർത്താവിൻ്റെ സന്നിധിയിൽ നല്ല കൃപയോടെ നമുക്കായിരിക്കാം. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ബഹുമാനപ്പെട്ട സേവകൻ പട്ടാച്ചൻ്റെ ആശീർവാദം അനുഗ്രഹവും ഇടയ്ക്കിടയ്ക്ക് മേടിച്ചിട്ടാണ് ഞാൻ ശുശ്രൂഷയ്ക്ക് പ്രവേശിക്കുന്നത്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. അച്ഛൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഒഴുക്ക് ഈ ശുശ്രൂഷകളിലെല്ലാം ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് ഈശോയുടെ സന്നിധി എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ദൈവത്തോട് നമ്മളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കർത്താവിനോട് പറയണം. അത് കർത്താവിന് വലിയ ആഗ്രഹം ഇഷ്ടമുള്ളൊരു കാര്യമാണ്. വിശുദ്ധ ഫൗസ്തീനയോട്, അതേപോലെ അനേക വിശുദ്ധാത്മാക്കളോട്, ഭൂലോകത്തിൻ്റെ വിജയരാജ്ഞി അങ്ങനെ ഓരോ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ, വിശുദ്ധാത്മാക്കളുടെ പുസ്തകങ്ങൾ വായിക്കാൻ മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്. അതായത് ഈശോ പറയാണ്, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇൻസീനോ ജേസോ അതേപോലത്തെ വേറൊരു പുസ്തകമാണ്. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ നീ അത് ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയണം. നിൻ്റെ നാവിൽ നിന്ന് അത് കേൾക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. അവർക്ക് പറയാം ഹല്ലേലൂയാ. ഹല്ലേലൂയാ. അപ്പോൾ ഒരു സ്നേഹമുള്ളവരാണെങ്കിൽ ആ സ്നേഹം പ്രകടിപ്പിക്കും എന്ന് പറഞ്ഞ് ഈശോയുടെ ഇടയ്ക്ക് ഈശോ എനിക്ക് അങ്ങനെ ഭയങ്കര സ്നേഹമാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ കുട്ടികളൊക്കെ ഈശോയ്ക്ക് ഉമ്മയെ കൊടുക്കണ പോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈശോയോട് വളരെ വളരെ ഹൃദ്യമായിട്ട് അങ്ങോട്ട് സംസാരിക്കണം. കർത്താവെ, ഞാനങ്ങേ സ്നേഹിക്കും. കർത്താവെ, അങ്ങയുടെ കൃപയിൽ ആശ്രയിച്ച് ഞാൻ അങ്ങേ അനുസരിക്കും. ഞാൻ അങ്ങയുടെ കൂടെ വരും. കർത്താവ് അങ്ങ് പറയുന്നതെല്ലാം എനിക്കിഷ്ടമാണ്. കർത്താവ്, എനിക്ക് നല്ല സന്തോഷമാണ്. അങ്ങനെയൊക്കെ നമ്മൾ കർത്താവിനോട് പറയണം. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമുക്കൊന്ന് സ്തുതിക്കാം. ആ സ്തുതിക്കുന്നതിൻ്റെ ഇടയിൽ ഇതെല്ലാം കർത്താവിനോട് നമുക്ക് അങ്ങോട്ട് പറയാം. ഹല്ലേലൂയാ. 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 കർത്താവേ, ഞങ്ങൾക്ക് അങ്ങയുടെ സ്നേഹമാണ്. അങ്ങയുടെ കൃപയിൽ ആശ്രയിച്ച് ഞങ്ങൾ അങ്ങയുടെ കൂടെ എല്ലാ കാര്യത്തിലും കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ദൈവപിതാവേ, ഞാൻ നിന്നെ മാനിക്കുന്നു ദൈവപിതാവേ, ഞാൻ നിന്നെ അനുസരിക്കും, ഞാൻ നിന്നെ അനുഗമിക്കും, ഞാൻ എന്നും ആരാധിക്കും ദൈവപിതാവേ. ചേർന്ന് പാടാവോ? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ദൈവപിതാവേ, ഞാൻ നിന്നെ മാനിക്കുന്നു ദൈവപിതാവേ, ഞാൻ നിന്നെ അനുസരിക്കും, ഞാൻ നിന്നെ അനുഗമിക്കും, ഞാൻ എന്നും ആരാധിക്കും ദൈവപിതാവേ. ഈശോയോടുള്ള നമ്മുടെ സ്നേഹം ഈശോയോട് പറയുകയാണ് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന്. ഞാനങ്ങ് സ്നേഹിക്കും ഈശോ, ഞാനങ്ങ് അനുഗമിക്കും, ഞാനങ്ങ് ആരാധിക്കും, ഞാനങ്ങ് അനുസരിക്കും. ദൈവകൃപയിൽ ആശ്രയിച്ച് ഇതെല്ലാം ഞാൻ ചെയ്യും ഈശോയെ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഈശോയേ, ഞാൻ നിന്നെ മാനിക്കുന്നു ഈശോയേ,
ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഈശോയേ, മാനിക്കുന്നു. ഞാൻ നിന്നെ മാനിക്കുന്നു ഈശോയേ, ഞാൻ നിന്നെ അനുസരിക്കും, ഞാൻ നിന്നെ അനുഗമിക്കും, ഞാൻ എന്നും ആരാധിക്കും ഈശോയേ. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവെ, ഞാനങ്ങേ സ്നേഹിക്കുന്നു, ഞാനങ്ങേ അനുസരിക്കും, ഞാനങ്ങേ അനുഗമിക്കും, ഞാനങ്ങേ ആരാധിക്കും, ഞാനങ്ങേ മാനിക്കും. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ മാനിക്കുന്നു പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ അനുസരിക്കും, ഞാൻ നിന്നെ അനുഗമിക്കും, ഞാൻ എന്നും ആരാധിക്കും പരിശുദ്ധാത്മാവേ. ഒരുമിച്ച് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പരിശുദ്ധാത്മാവേ, മാനിക്കുന്നു, ഞാൻ നിന്നെ മാനിക്കുന്നു പരിശുദ്ധാത്മാവേ, അനുസരിക്കാം, ഞാൻ നിന്നെ അനുസരിക്കും, അനുഗമിക്കാം, ഞാൻ നിന്നെ അനുഗമിക്കും, ആരാധിക്കാം, ഞാൻ എന്നും ആരാധിക്കും പരിശുദ്ധാത്മാവേ. കൈകൾ ഉയർത്തി. റൂഹായേ റൂഹായേ എന്നിൽ നിറയണമേ, റൂഹായേ റൂഹായേ എന്നിൽ നിറയണമേ, റൂഹായേ 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 എന്നിൽ നിറയണമേ. കൈകളടിച്ച റൂഹായേ, റൂഹായേ റൂഹായേ അഗ്നിയയക്കണമേ, റൂഹായേ റൂഹായേ അഗ്നിയയക്കണമേ, റൂഹായേ 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 അഗ്നിയയക്കണമേ. വചനം. റൂഹായേ റൂഹായേ വചനം നൽകണമേ, റൂഹായേ റൂഹായേ വചനം നൽകണമേ, റൂഹായേ 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 വചനം. റൂഹായേ, സ്നേഹത്തിൽ കുറവുണ്ട്, സഹായിക്കണം. റൂഹായേ റൂഹായേ സ്നേഹം നൽകണമേ, പ്രാർത്ഥിക്കുന്നു, റൂഹായേ റൂഹായേ സ്നേഹം നൽകണമേ, ചോദിക്കുന്നു. റൂഹായേ 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 സ്നേഹം നൽകണമേ. സൗഖ്യം. റൂഹായേ റൂഹായേ സൗഖ്യം നൽകണമേ. രോഗികൾ പ്രാർത്ഥിക്കുന്നു. റൂഹായേ റൂഹായേ സൗഖ്യം നൽകണമേ, റൂഹായേ 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 സൗഖ്യം നൽകണമേ. വിടുതൽ നൽകണമേ. റൂഹായേ റൂഹായേ വിടുതൽ നൽകണമേ, റൂഹായേ റൂഹായേ വിടുതൽ നൽകണമേ, റൂഹായേ 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 വിടുതൽ നൽകണമേ. കൈകൾ വീശി. ഹല്ലേലൂ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂ ഹല്ലേലൂയ ഹല്ലേലൂ ഹല്ലേലൂയ ഹല്ലേലൂ ഹല്ലേലൂയ. ഭാഷാവരങ്ങളുള്ളവർ ഭാഷാവരങ്ങളെ സ്തുതിക്കുന്നു. ആരാധന 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 അനേക ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ സ്പർശിക്കുന്നു. അനേക ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവ് മാംസളമാക്കുന്നു. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ തക്കത് ഹൃദയത്തിന്റെ കാഠിന്യമാണ്. റൂഹ വന്ന് അനേക ഹൃദയങ്ങളെ ഉഴുതു മറിക്കുന്നു. അനേക ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവ് മാംസളമാക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണല്ലോ ഇത്. പള്ളി അലച്ചു വരുന്ന വലിയ പ്രവാഹം പോലെ അനേക കുടുംബങ്ങളിൽ ദൈവത്തിന്റെ കൃപ വന്ന് നിറയുന്നു. മാറ്റാൻ പറ്റാത്ത പല ദുശീലങ്ങളെയും പരിശുദ്ധാത്മാവ് ഇപ്പോൾ മാറ്റുന്നു. വിശ്വാസത്തിന്റെ, സ്നേഹത്തിന്റെ, എളിമയുടെ വലിയ കൃപ പരിശുദ്ധാത്മാവ് നൽകിക്കൊണ്ടിരിക്കുന്നു. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഈശോയോട് സംസാരിക്കാൻ അനേകരെ പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിക്കുന്നു. മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കാനുള്ള അഭിഷേകങ്ങൾ സമൂഹത്തിൽ വർദ്ധിക്കുന്നു.
പ്രൈസ് ദി ലോർഡ്. Praise the Lord. അനേക ഹൃദയങ്ങളെ കർത്താവ് കൃപ കൊണ്ട് നിറച്ചിട്ടുണ്ട്. നമുക്കിരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, ഇവയിൽ ആശ്രയിച്ച് അപകടത്തിൽ ചാടരുത്. ഹല്ലേലൂയാ. Hallelujah. ബൈബിളിൽ മനുഷ്യൻ ആശ്രയിച്ച് അപകടത്തിൽ ചാടാനുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ബൈബിളിൽ മനുഷ്യൻ ആശ്രയിക്കാൻ സാധ്യതയുള്ള ഒരുപാട് കാര്യങ്ങൾ ബൈബിൾ ഇങ്ങനെ സൂചന നൽകി ഇട്ടിരിക്കുകയാണ്. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയാ. Hallelujah. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അതിൽ ചിലത് നമ്മൾ ഈ സമയത്ത് കാണുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒന്നാമത്തെ സംഗതി എന്ന് പറയുന്നത് മനുഷ്യൻ ആശ്രയിക്കാൻ സാധ്യതയുള്ളൊരു സംഗതി ധനത്തെയാണ്, സമ്പത്തിനെയാണ്. അനേകം വ്യക്തികൾ ദൈവത്തിൻ്റെ സ്ഥാനത്ത് സമ്പത്തിനെ പ്രതിഷ്ഠിക്കുന്നവരുണ്ട്. സങ്കീർത്തന പുസ്തകത്തിൽ 49-ാമത്തെ സങ്കീർത്തനത്തിൽ 6-ാം തിരുവചനം, സാംസ് 49:6, അവർ തങ്ങളുടെ ധനത്തിൽ ആശ്രയിക്കുകയും സമ്പത്തിൽ അഹങ്കരിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഇപ്പം ചില മനുഷ്യരുടെ പ്രത്യേകത, അവർ ദൈവത്തിലല്ല ആശ്രയിക്കുന്നത്. കാര്യം അവർ ദൈവത്തിലാണ് ആശ്രയിക്കുന്നത് പറയുന്നെങ്കിൽ യഥാർത്ഥത്തിൽ അവർ സമ്പത്തിലാണ് ആശ്രയം വെച്ചിരിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് വേറെ ഒന്നിനും പോകാൻ നേരമില്ല. എങ്ങനെയാലും കുറച്ച് സമ്പത്തുണ്ടാക്കണം, എങ്ങനെയാലും കുറച്ച് പൈസ ഉണ്ടാക്കണം, അങ്ങനത്തെ ഒരൊറ്റ ചിന്ത മാത്രം. എൻ്റെ സഹോദരങ്ങളെ, അങ്ങനെ സമ്പത്തിനെ ആശ്രയിച്ച് ധനത്തെ ആശ്രയിച്ച് പോയാൽ ഒരുപാട് അപകടങ്ങൾ വരുത്തി വയ്ക്കുമെന്ന് ബൈബിൾ പഠിപ്പിക്കുകയാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ 28-ാം തിരുവചനം, ബുക്ക് ഓഫ് പ്രോവർബ്സ് ചാപ്റ്റർ 11:28, ധനത്തെ ആശ്രയിക്കുന്നവർ കൊഴിഞ്ഞു വീഴും. ബൈബിളിൽ വചനങ്ങൾക്ക് മാറ്റമില്ല. എന്ന് പറഞ്ഞാൽ ഒരു പ്ലാവിൽ നിന്ന് ഇല കൊഴിഞ്ഞു വീഴുന്നത് പോലെ, കാര്യം നല്ല ഇലക്കൊഴി പറഞ്ഞ് നല്ല ബെസ്റ്റായിട്ട് നിൽക്കും, പക്ഷെ ഒരു കാറ്റ് വന്നോ ഇതാ ഇല കൊഴിഞ്ഞ് താഴേക്ക് പോയി എന്ന് പറയുന്നത് പോലെ സമ്പത്തിൽ ആശ്രയിക്കുന്നവർ ഒരു സമയം കഴിയുമ്പോൾ കൊഴിഞ്ഞു പോകും. അവർ പിന്നെ രംഗത്തില്ല. ദുഷ്ടരുടെ വളർച്ചയെക്കുറിച്ചൊക്കെ ബൈബിൾ പഠിപ്പിക്കുന്ന അങ്ങനെയാണ്. ആ ദുഷ്ടൻ്റെ വളർച്ച കണ്ട് നീ വിഷമിക്കണ്ട, നീ എന്തിനെങ്ങനെ ഭീകരതപ്പെടുന്നത്? അവൻ ഇപ്പോൾ വലിയ ഊറ്റം കൊണ്ടാക്കി നിൽക്കുമെങ്കിലും ഈ കാലഘട്ടം കഴിയുമ്പോൾ അവൻ്റെ ആത്മാവിൻ്റെ സ്ഥിതി എന്താണ്? ഇതിനപ്പുറത്തൊരു ജീവിതമുണ്ട്, അവിടെ സ്ഥിതി എന്താണ്? ബൈബിൾ ചോദിക്കുകയാണ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. Hallelujah. പ്രൈസ് ദി ലോർഡ്. Praise the Lord. 62-ാമത്തെ സങ്കീർത്തനത്തിൽ 10-ാം തിരുവചനത്തിൽ വീണ്ടും ആവർത്തിച്ച് ഒരു സൂചന കൊടുക്കുകയാണ്. സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വയ്ക്കരുത്. സമ്പത്ത് വർദ്ധിച്ച് വരുമ്പോൾ നമ്മുടെ മനസ്സ് പിന്നെ അവിടെ ആകരുത്. വേറെ ഒന്നിലുമില്ല, ഇതിലേക്ക് മനസ്സ് പതുക്കെ പതുക്കെ ഇങ്ങോട്ട് പോവുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, പുതിയ നിയമത്തിൽ ഇതൊക്കെ വരുത്തുന്ന വലിയ കെണികളെക്കുറിച്ച് ബൈബിൾ പൗലോസ്ലീഹായിലൂടെ കർത്താവിൻ്റെ ആത്മ വെളിപ്പെടുത്തുന്നുണ്ട്. തിമോഥെയോസ് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 9-10 തിരുവചനങ്ങൾ, ധനവാന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രലോഭനത്തിലും കെണിയിലും മനുഷ്യനെ അധപതനത്തിലേക്കും നാശത്തിലേക്കും തള്ളിയിടുന്ന നിരവധി വ്യാമോഹങ്ങളിൽ നിബന്ധിക്കുന്നു. പ്രലോഭനം, കെണി, അധപതനം, നാശം, വ്യാമോഹം, ഇതിലെല്ലാത്തിലും ചെന്ന് പെടും ധനമോഹം വന്നാൽ. പ്രലോഭനം, കെണി, അധപതനം, നാശം. എന്നിട്ട് പറയുകയാണ്, എന്തെന്നാൽ ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാനും ഒട്ടേറെ വ്യഥകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താൻ ഇടയായിട്ടുണ്ട്. അത് ശരിയാണ് സഹോദരങ്ങളെ. ധനമോഹം കൊണ്ട് വിശ്വാസത്തിൽ നിന്ന് പോലും വ്യതിചലിച്ചു പോകുന്ന എത്രയോ പേരെ ഈ ചുരുങ്ങിയ കാലങ്ങൾക്കുള്ളിൽ കാണാൻ ഇടവന്നിട്ടുണ്ട്. ആ മോഹം ഇരിക്കുന്ന കാരണം പലതരത്തിൽ മുറിപ്പെടുകയാണ്. അതായത് ദൈവം അംഗീകരിക്കാത്ത വഴികളിലൂടെ, വഴിവിട്ട വഴികളിലൂടെ, അതായത് അധ്വാനിക്കാത്ത പൈസ നമ്മുടെ ജീവിതത്തിൽ വരാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അങ്ങനത്തെ എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കാവുന്ന പല കാര്യങ്ങളെ കൊണ്ടുപോയിട്ട് പൈസ എറിഞ്ഞിട്ട് എൻ്റെ സഹോദരൻ ഒരു സമയം കഴിയുമ്പോൾ ചിന്തിക്കാൻ പറ്റാത്ത എമൗണ്ട് നഷ്ടപ്പെട്ട് വ്യതകളാൽ മുറിപ്പെടുത്തി. കണ്ടോ?
പ്രലോഭനത്തിലും കെണിയിലും അധപതനത്തിലും നാശത്തിലും ചെന്ന് വീഴുന്നു എന്ന് വചനം വെളിപ്പെടുത്തുകയാണ്. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന്റെ അർത്ഥം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമ്പത്ത് വേണ്ടാന്നല്ല. ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. അതായത് സമ്പത്ത് ദൈവത്തിന്റെ ദാനമാണ്. കർത്താവ് അതിനകത്ത് ദുഃഖം കലർത്തുന്നില്ല. അത് ദൈവത്തിന്റെ വലിയ അനുഗ്രഹം തന്നെയാണ്. അങ്ങനെ വചനം വെളിപ്പെടുത്തുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഒരു മനോഭാവം എങ്ങനെ ആയിരിക്കണമെന്ന് നമ്മൾ നോക്കണം. അതാണ് 1 തിമോത്തി 6:17. അവിടെ വചനം വെളിപ്പെടുത്തുകയാണ്. ഈ ലോകത്തിലെ ധനവാന്മാരോട് ഔദിത്യം ഉപേക്ഷിക്കാനും തങ്ങളുടെ പ്രതീക്ഷകൾ അനിശ്ചിതമായ സമ്പത്തിൽ വയ്ക്കാതെ അവയെല്ലാം നമുക്ക് അനുഭവിക്കാൻ വേണ്ടി ധാരാളമായി നൽകിയിട്ടുള്ള ദൈവത്തിൽ അർപ്പിക്കാനും നീ ഉത്ബോധിപ്പിക്കുക. അത് മാത്രം പോരാ, അവരെ നന്മ ചെയ്യുകയും വേണം. അപ്പോൾ സമ്പത്തിലല്ല, ദൈവത്തിലാണ് ആശ്രയിക്കേണ്ടത്. അത് മാത്രം പോരാ, സമ്പത്ത് ദൈവം തരം നമുക്ക് വേണ്ടിയിട്ടല്ല, മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ വേണ്ടി കൂടിയാണ്. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ബൈബിൾ എന്തിനാണ് ഇങ്ങനത്തെ ചില സൂചനകൾ തരുന്നത്? നമ്മളിങ്ങനെ ചില അപകടകരമായ വഴികളിലൂടെ പോകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ്. അതായത് വഴിയിൽ പല ബോർഡുകൾ വെച്ചിട്ടുണ്ടാകും. ഹെയർ പിൻ വരുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടാകും. ഹെയർ പിൻ വളവ് സൂക്ഷിക്കണം, അപകട വളവെന്ന് എഴുതി വെച്ചിട്ടുണ്ടാകും. ഇവിടെ വേഗത കുറച്ച് പോകാമെന്ന് എഴുതി വെച്ചിട്ടുണ്ടാകും. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഇത്ര പേർ മരണപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഇറങ്ങാവുള്ളൂ എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. അതൊക്കെ എന്തിനു വേണ്ടി എഴുതി വെക്കുന്നത്? ഇതിങ്ങനെ ആയതുകൊണ്ടാണ്, അപകടം വരുമെന്നുള്ളത് കൊണ്ടാണ്. മറ്റൊരു എപ്പിസോഡിൽ, മറ്റൊരു അഭിഷേകത്തിൽ നമ്മൾ കേട്ടതുപോലെ കർത്താവ് കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം ഇങ്ങനെ ബൈബിളിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മൾ ഈ അപകടത്തിലും കെണിയിലും പോകാതെ നല്ല നേർവഴിയിലൂടെ കൃപയിലൂടെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ബൈബിളിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് അറിയണം, ഇത് മനസ്സിലാക്കണം, ഈ വചനം അറിയണം. എങ്ങനെ ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഒരു വക്കീലിന് നിയമം അറിയാതെ കോടതിയിൽ എങ്ങനെ വാദിക്കും? എന്തെങ്കിലും കുറച്ച് കാര്യം വിളിച്ചു പറഞ്ഞുകൊണ്ട് കേസ് വിജയിക്കുമോ എന്ന് പറയുന്നത് പോലെ തന്നെ ജീവിതത്തിൽ ഒരാൾ വിജയം വരിക്കണം എന്നുണ്ടെങ്കിൽ ഈ വചനങ്ങളെല്ലാം അറിയണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സഹോദരങ്ങളെ, മനുഷ്യൻ ആശ്രയിക്കാൻ സാധ്യതയുള്ള മറ്റൊരു മേഖല ബൈബിൾ സൂചന നൽകുന്നുണ്ട്. അതിതാണ് മറ്റു ജനതകളെ ആശ്രയിക്കാൻ സാധ്യതയുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകത്തിൽ 18-ാമത്തെ അധ്യായത്തിന്റെ 21-ാം തിരുവചനം, 2 Kings chapter 18 verse 21 നമുക്ക് വായിക്കാം. ചാരുന്നവന്റെ കൈ കുത്തിക്കീറുന്ന ഒടിഞ്ഞ ഞാങ്ങണയാണ് നീ ആശ്രയിക്കുന്ന ഈജിപ്ത് രാജാവായ ഫറവോ ആശ്രയിക്കുന്നവർക്കൊക്കെ അങ്ങനെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഒരു സഹായം കിട്ടുമെന്ന് വിചാരിച്ച് മറ്റു ജനതകളെ ആശ്രയിക്കുന്നവരെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ചാരുന്നവന്റെ കയ്യിൽ കുത്തിക്കയറുന്ന ഒടിഞ്ഞ ഞാങ്ങണ എന്ന് പറഞ്ഞാൽ നടന്ന് ക്ഷീണിച്ച് മടുത്ത് എവിടെയെങ്കിലുമൊക്കെ ഇച്ചിരി ചാരി നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചാരി നിന്നപ്പോൾ ആ ചാരി നിന്നിരുന്ന സംഗതി ഒടിഞ്ഞ് കയ്യിൽ കുത്തിക്കയറിയാൽ, ശരീരത്തിൽ കുത്തിക്കയറിയ സ്ഥിതി എന്താ? അതുപോലെയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ കൃത്യമായിട്ട് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധി, ഒരു അപകടം വേണ്ടി വരുമ്പോൾ നമ്മളെ രക്ഷിക്കുന്ന ദൈവമാണ്, നമ്മൾ ആശ്രയിക്കേണ്ട ദൈവത്തിലാണ്. അല്ലാതെ ആ പാർട്ടിയും ഈ പാർട്ടിയും, ആ ജനതയും ഈ ജനതയും അവരെണ്ണത്തിൽ കൂടുതലാണ് അല്ലെങ്കിൽ എണ്ണത്തിൽ അങ്ങനെയാണ് എന്നൊക്കെ വിചാരിച്ച് മറ്റു ജനതകളെ ആശ്രയിക്കാൻ പോയ പഴയ നിയമ ജനത തകർന്നതുപോലെ നമ്മൾ തകർന്നടിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബൈബിൾ ഇതെല്ലാം എഴുതി വച്ചിരിക്കുന്നത്. 1 Corinthians 10 ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം അവർക്കൊരു താക്കീതായിട്ടാണ് സംഭവിച്ചത്, നമുക്കൊരു പാഠമാകാൻ വേണ്ടി ഇവയെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നു. സോ വാട്ട് എവർ റിട്ടൺ ദ ബൈബിൾ ഈസ് എ വാർണിംഗ് ഫോർ ദാറ്റ് ജനറേഷൻ, അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് ആൻ ഇൻസ്ട്രക്ഷൻ ഫോർ us. അന്നത്തെ തലമുറയ്ക്കൊരു താക്കീത്, വരാനിരിക്കുന്ന തലമുറയ്ക്കൊരു പാഠവുമാണ് ബൈബിൾ എഴുതപ്പെട്ടി വച്ചിരിക്കുന്ന ഓരോ സംഭവങ്ങളും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യെശയ്യാ പ്രവചനത്തിൽ 31-ാമത്തെ അധ്യായത്തിന്റെ 1-ാം തിരുവചനത്തിൽ വീണ്ടും ദൈവത്തിന്റെ ആത്മാവ് ആവർത്തിക്കുകയാണ്. കർത്താവിനോട് ആലോചന ചോദിക്കുകയോ ഇസ്രായേലിന്റെ പരിശുദ്ധനിലേക്ക് ദൃഷ്ടി ഉയർത്തുകയോ ചെയ്യാതെ സഹായം തേടി ഈജിപ്തിലേക്ക് പോവുകയും കുതിരയിൽ ആശ്രയിക്കുകയും രഥങ്ങളുടെ എണ്ണത്തിലും കുതിരപ്പടയാളികളുടെ കരുത്തിലും വിശ്വാസം അർപ്പിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. കർത്താവിനെ ആശ്രയിക്കാതെ, കർത്താവിനോട് ആലോചന ചോദിക്കാതെ സഹായം തേടി ഈജിപ്തിന്, മറ്റ് ജനതകളെ ആശ്രയിക്കാൻ പോകുന്നവർക്ക്,
അവർക്കുള്ള കുതിരകളുടെ എണ്ണത്തിൽ, രഥങ്ങളുടെ എണ്ണത്തിലൊക്കെ വിശ്വാസം അർപ്പിക്കുന്നവന് ദുരിതം. അങ്ങനെ പോയാൽ എന്താ സംഭവിച്ചെന്നറിയാവോ? പഴയ നിയമ ജനതയ്ക്ക് സംഭവിച്ചത് തന്നെ സംഭവിക്കും. അതാണ് ജെറമ്യാ 2:37. അവിടെ നിന്ന് തലയിൽ കൈവച്ചുകൊണ്ട് നീ മടങ്ങി വരും. നീ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നവരെ കർത്താവ് നിരാകരിച്ചിരിക്കുന്നു. അവരിൽ നിന്ന് യാതൊരു നന്മയും നിനക്ക് കൈവരുകയില്ല. പ്രൈസ് ദി ലോർഡ്. Praise the Lord. നിങ്ങളെ അതിനൊന്ന് ഭാവന കണ്ടേ. അതായത് നമ്മൾ ആശ്രയിക്കാൻ വേണ്ടി പോയിട്ട് ഉള്ളതും കൂടെ പോയി. അതാണ് 2 കൈയും തലയെ വെച്ചുകൊണ്ട് നീ മടങ്ങി വരും. എന്താ കാരണം എന്നറിയാവോ? നിന്നെ രക്ഷിക്കുമെന്ന് നീ വിചാരിച്ചിരുന്നവരുണ്ടല്ലോ, നീ വിശ്വാസം അർപ്പിച്ചിരുന്ന ആൾക്കാരുണ്ടല്ലോ, അവരോട് കർത്താവ് കർത്താവ് അവരെ നിരാകരിച്ചിരിക്കുന്നു, കർത്താവ് അവരെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അവരിൽ നിന്ന് നീ പ്രതീക്ഷിക്കുന്ന യാതൊരു നന്മയും നിനക്ക് ലഭിക്കുകയില്ല. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുപക്ഷെ ഈ വചനങ്ങളൊക്കെ ഇപ്പോൾ കർത്താവ് തരുന്നത് ഈ ഒരു സമയത്തേക്ക് വേണ്ടി മാത്രമല്ല, വരും കാലഘട്ടത്തിലേക്ക് വേണ്ടി കൂടിയാണ് ഓരോ ടോക്കുകളും കർത്താവ് തന്നുകൊണ്ടിരിക്കുന്നത്. വരും കാലഘട്ടത്തിലുള്ള ചില അപകടങ്ങൾ കർത്താവിന്റെ ആത്മ വെളിപ്പെടുത്തുകയാണ്. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. മൂന്നാമത് മനുഷ്യൻ ആശ്രയിക്കാൻ സാധ്യതയുള്ളത് ചില വ്യക്തികളെ ആശ്രയിക്കാൻ സാധ്യതയുണ്ടെന്ന് ബൈബിൾ പഠിപ്പിക്കും. ചില വ്യക്തികളെ ആശ്രയിക്കും. അപ്പൊ ധനത്തെ ആശ്രയിക്കാം, ജനതകളെ ആശ്രയിക്കാം, വ്യക്തികളെ ആശ്രയിക്കാം. 2 ദിനവൃത്താന്തം 16:7, 2 Chronicles chapter 16 verse 7. ആ സമയത്ത് ഹനാനി ദീർഘദർശി യൂദാ രാജാവായ ആസായുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിൽ ആശ്രയിക്കാതെ സിറിയ രാജാവിന് അഭയം തേടിയതിനാൽ സിറിയ രാജാവിന്റെ സൈന്യം നിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ആസ എന്ന് പറഞ്ഞ രാജാവിനെ കുറിച്ച് പറയാ. ഇവിടെ എല്ലാം ഉപയോഗിക്കുന്ന ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? ദൈവമായ കർത്താവിനെ ആശ്രയിക്കാതെ സിറിയ രാജാവിന്റെ അടുത്തേക്ക് പോയി. ഈ ആസായുടെ ജീവിതത്തിൽ സംഭവിച്ച വേറൊരു കാര്യം, അത് 2 ദിനവൃത്താന്തം 16:12 2 Chronicles chapter 16 verse 12. തൻ്റെ 39-ാം ഭരണവർഷം ആസായുടെ കാലിൽ രോഗബാധയുണ്ടായി. അത് മൂർച്ഛിച്ചിട്ട് അവൻ വൈദ്യന്മാരിൽ അല്ലാതെ കർത്താവിൽ ആശ്രയിച്ചില്ല. കണ്ടോ എന്ന് പറഞ്ഞാൽ വൈദ്യന്മാരെയോ ഡോക്ടർമാരെയോ കാണണ്ടെന്നല്ല പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. പ്രഭാഷകനെ പുസ്തകം വചനം പഠിപ്പിക്കുന്നുണ്ട്, വൈദ്യൻ ദൈവത്തിൻ്റെതാണ്, രോഗശാന്തി ദൈവത്തിൻ്റെതാണ്. പക്ഷെ നീ ആശ്രയിക്കേണ്ടത് ദൈവമായ കർത്താവിനെയാണ്. അതുകൊണ്ട് വ്യക്തികളെ അല്ല ആശ്രയിക്കേണ്ടത്, കർത്താവിനെയാണ് ആശ്രയിക്കേണ്ടത്. അതുകൊണ്ട് 146-ാം സങ്കീർത്തനം 3-ാം വാക്യം പറയുകയാണ്, രാജാക്കന്മാരിൽ സഹായിക്കാൻ കഴിവില്ലാത്ത മനുഷ്യപുത്രരിൽ നീ ആശ്രയം വെക്കരുത്, നീ ആശ്രയം വെക്കരുത്. അപ്പൊ നോക്ക്, ധനത്തെ ആശ്രയിച്ചിട്ട് കാര്യമില്ല, ജനതകളെ ആശ്രയിച്ചിട്ട് കാര്യമില്ല, മറ്റുള്ളവരെ ആശ്രയിച്ചിട്ട് കാര്യമില്ല. ഈ മനുഷ്യൻ ആശ്രയിക്കാൻ സാധ്യതയുള്ള എന്തിനാണെന്നറിയാവോ? തന്നിൽ തന്നെ ആശ്രയിക്കും, തന്നിൽ തന്നെ. അവരെക്കുറിച്ച് ബൈബിൾ വചനം പഠിപ്പിക്കുകയാണ്. ഹബക്കുക്കിന്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിന്റെ 11-ാം തിരുവചനം. തന്നെ ആശ്രയിക്കുന്നതിന്റെ സ്ഥിതി എന്താണെന്നറിയാവോ? കാറ്റുപോലെ അവർ വീശി കടന്നു പോകുന്നു, സ്വന്തം ശക്തിയെ ദൈവമായി കരുതിയിരുന്നവർ പരിഭ്രാന്തരാകുന്നു. എൻ്റെ കഴിവ്, എൻ്റെ കപ്പാസിറ്റി, എനിക്കെല്ലാം മാനേജ് ചെയ്യാൻ പറ്റും, ഞാൻ ഇതിലൂടെ എല്ലാം ചെയ്യും, എനിക്കെല്ലാം മാനേജ് ചെയ്യാൻ പറ്റും. കണ്ടോ, ദൈവത്തിൽ ആശ്രയിക്കാതെ സ്വന്തം ശക്തിയെ ദൈവമായി കരുതിയിരുന്നവർ പരിഭ്രാന്തരായിട്ട് തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. 5-ാമതായി മറ്റു ദേവൻ 1-ാം പ്രമാണ ലംഘനം, മന്ത്രവാദം, കൂടാത്രം, ആഭിചാരം, ക്ഷുദ്രപ്രയോഗം തുടങ്ങിയുള്ള ഒരുപാട് തരത്തിൽ അന്യ ദൈവ ആരാധനകൾക്ക് പോകുന്ന കുടുംബങ്ങൾ, അങ്ങനെ ആശ്രയിച്ച് പോകുന്നവര്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തലമുറകളെ നശിപ്പിക്കുന്ന മഹാപാതകമാണത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മളെ ആശ്രയിക്കേണ്ടത് ഈശോയിൽ മാത്രമാണ്, കർത്താവിൽ മാത്രമാണ്. കാരണം യേശു അല്ലാതെ മറ്റൊരു ദൈവവുമില്ല. ദൈവത്തിലാണ് ശരണം വെക്കേണ്ടത്. 1 ദിനവൃത്താന്തം 16:11, 1 Chronicles chapter 16 verse 11. കർത്താവിനെ അന്വേഷിക്കുവിൻ, അവിടുത്തെ ശക്തിയിൽ ആശ്രയിക്കുവിൻ, നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിരന്തരം കർത്താവിൽ ആശ്രയിക്കുക, കർത്താവിന്റെ സാന്നിധ്യം തേടുക. ക്രിസ്ത്യാനിയുടെ ആശ്രയമെന്ന് പറഞ്ഞ് ഇച്ചിരി വ്യത്യസ്തമായ ഒരു ആശ്രയമാണ്. അത് മറ്റു ജനതകൾക്ക് അറിയാം. പഴയ നിയമത്തിൽ നിയമാവർത്തനം 32-31 പറഞ്ഞിട്ടുണ്ട്. എന്തെന്നാൽ മറ്റ് ജനതകൾ പറയാണ്, നമ്മുടെ ആശ്രയം പോലെയല്ല അവരുടെ ആശ്രയം.
അതാണ് പറഞ്ഞത്, നമ്മുടെ ശത്രുക്കൾ തന്നെ സമ്മതിക്കും. കണ്ടോ, അതൊരു സുസ്ഥിരമായ ആസനം, മാറ്റമില്ലാത്തതാണ്. അതാണ് 1 സാമുവേൽ 2:2, കർത്താവിനെ പോലെ പരിശുദ്ധനായ മറ്റാരുമില്ല, കർത്താവല്ലാതെ മറ്റാരുമില്ല, നമ്മുടെ ദൈവത്തെ പോലെ സുസ്ഥിരമായ ഒരു ആശ്രയമില്ല. മാറ്റമില്ലാത്തത്, സുസ്ഥിരം. ഹെബ്രായ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിന് 15-16 തിരുവചനങ്ങൾ, നമ്മുടെ ബലഹീനതകളിൽ നമ്മോടത്ത് സഹതപിക്കാൻ കഴിയാത്തൊരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. ഈ ഭൂമിയിലെ കൃപാവരത്തിന്റെ സിംഹാസനം എന്ന് പറഞ്ഞ വിശുദ്ധ ബലിപീഠമാണ്, വിശുദ്ധ കുർബാനയാണ്. അതുകൊണ്ട് കൃപാവരത്തിന്റെ ഈ സിംഹാസനത്തെ, ദൈവത്തെ ആശ്രയിക്കുന്നവർക്ക് ദൈവം കൃപ കൊടുക്കും. എന്തിനെ അതിജീവിക്കാൻ ദൈവം കൃപ കൊടുക്കും. പാപത്തെ അതിജീവിക്കാൻ വേണ്ട കൃപ കൊടുക്കും. ഈ പറയുന്ന തടസ്സങ്ങൾ അതിജീവിക്കാൻ വേണ്ട കൃപ കൊടുക്കും. ദാരിദ്ര്യം ഉണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതിനകത്ത് സമ്പത്ത് ഉണ്ടാക്കാൻ കർത്താവ് കൃപ കൊടുക്കും. പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പഠിക്കാൻ വേണ്ടവർക്ക് പഠിക്കാൻ വേണ്ട കൃപ കൊടുക്കും. ഏതിനും കൃപ. അതാണ് വേണ്ട സമയത്ത് കരുണ, കൃപ കർത്താവ് തരും. എന്നിട്ട് വീണ്ടും ഹെബ്രായ ലേഖനം അവസാനിപ്പിക്കുകയാണ് 6:19. ഈ പ്രത്യാശ നമ്മുടെ ആത്മാവിന്റെ സുരക്ഷിതവും സുസ്ഥിരവുമായ നങ്കൂരം പോലെയാണ്. അതായത് നമ്മൾ കർത്താവിന്റെ ആലയത്തിൽ കർത്താവിനെ ആശ്രയിച്ചാൽ, നമ്മൾ ഇടവക ദേവാലയം ഇരിക്കുന്ന സ്ഥലത്തേക്ക് കൈനീട്ടി ദൈവമേ എന്ന് പറഞ്ഞ് വിളിച്ചാൽ, ഈ ആത്മാവിന്റെ ആശ്രയം എന്ന് പറയുന്നത് എങ്ങനെയെന്നറിയോ? സുരക്ഷിതവും സുസ്ഥിരവുമായ നങ്കൂരം. നങ്കൂരം എന്ന് പറഞ്ഞാൽ എന്താ? കടലിൽ കിടക്കുന്ന കപ്പലിനെ കരയുമായി ബന്ധിപ്പിക്കുന്ന സംഗതിയാണ് നങ്കൂരം. സുരക്ഷിതവും സുസ്ഥിരവുമായ നങ്കൂരമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ ഈ 5 കാര്യങ്ങളിൽ ആശ്രയം അർപ്പിച്ച് ജീവിതം നശിപ്പിക്കരുത്. കർത്താവിൽ മാത്രം ആശ്രയിക്കുക. അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പരാജയങ്ങളും എല്ലാം കർത്താവിനെ തുറന്ന് പറഞ്ഞ് സമ്മതിക്കുകയാണ്. നീ കുറ്റമേറ്റ് പറഞ്ഞ് നീ ചെയ്ത കുറ്റം സമ്മതിച്ച് തിരിച്ചു വന്നാൽ ദൈവം അനുഗ്രഹിക്കുമെന്ന വചനമുണ്ട്. അതെല്ലാം നമുക്ക് ഓർക്കാം. പശ്ചാത്തപിക്കുന്നവർക്ക് മടങ്ങി വരാൻ അവിടെ നിന്ന് അവസരം തരുമെന്ന വചനമുണ്ട്. കർത്താവെ, ഇതുവരെയുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ മറ്റു ജനതകളെ ആശ്രയിച്ചു, ധനത്തെ ആശ്രയിച്ചു, മറ്റു വ്യക്തികളെ ആശ്രയിച്ചു, എന്നെ തന്നെ ആശ്രയിച്ചു. ദൈവമേ, ഫലമോ തകർച്ചയ്ക്ക് മേൽ തകർച്ച, ഉയർച്ച പ്രാപിക്കാതെ നിലം പറ്റി. ദൈവമേ, ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുകയാണ്. അവിടെ ഞങ്ങൾ രക്ഷിക്കാൻ കഴിവുള്ളവനാണ്. അവിടെ ഞങ്ങൾ വിടുതൽ നൽകുന്ന ദൈവമാണ്. അവിടെ ഞങ്ങളെ രക്ഷിക്കാം, അവിടെ ഞങ്ങളെ രക്ഷിക്കാം. കർത്താവിൽ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശനായിട്ടുള്ളത്? അവിടുന്ന് വിടുതൽ നൽകും, അവിടുന്ന് രക്ഷിക്കാം. കൈകൾ ഉയർത്തി വിളിക്കട്ടെ, യേശുവേ. മരണത്തെ ജയിച്ചവനെ, പൈശാചിക ബന്ധനം യേശു നമുക്ക് തകരട്ടെ. മരണത്തെ ജയിച്ചവനെ, ആദ്യ ബന്ധങ്ങൾ തകരട്ടെ.